നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. DKയുടെ ഇന്നലത്തെ പ്രകടനം കണ്ട് ഇംപ്രസ്ഡ് ആവാത്ത ആരുണ്ട്? എന്തായാലും ഇന്ത്യൻ നായകൻ ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. കളിക്കിടയിൽ രോഹിത് ശർമ്മ ആ ഒരു ഓവർ അവസാനിക്കുന്ന ഘട്ടത്തിൽ DKയുടെ അടുത്ത് പോയി സംസാരിക്കുന്നത് കണ്ടിരുന്നില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്നലത്തെ DKയുടെ പ്രകടനം കണ്ടാൽ ആരും പറഞ്ഞു പോകുന്ന കാര്യം തന്നെയാണ് രോഹിത് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ DKയുടെ പ്രകടനം നോക്കുക. ആകാശ് മധുവാളിനെ ആ വിക്കറ്റ് കീപ്പർക്കും തേർഡ് മാനും ഇടയിലൂടെ പറത്തിയ 4 ഫോറുകൾ കിടലിനായിട്ട് അവസാനം ആഞ്ഞടിച്ച് ഫിനിഷ് ചെയ്തത് എല്ലാം കൂടി ചേർന്ന് 23 പന്തിൽ നിന്ന് 5 ഫോറും 4 സിക്സും അടക്കം അദ്ദേഹം 53 റൺസാണ് അടിച്ചു കൂട്ടിയത്. കളി കണ്ടപ്പോൾ പലർക്കും തോന്നിയിട്ടില്ലേ, വേൾഡ് കപ്പ് അടുത്ത് വരികയാണ്, DK വീണ്ടും പിടിച്ച് ഇന്ത്യൻ ടീമിൽ ഇട്ടാലോ? മുമ്പ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, അതാരും പറഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിലും ഒരിക്കൽ കൂടി അതുപോലെ തന്നെ ബാറ്റ് ചെയ്യുമ്പോൾ പലരുടെയും മനസ്സിലുണ്ടാവും, ജൂൺ മാസത്തിലെ T20 വേൾഡ് കപ്പ് വരികയാണല്ലോ, DK ടീമിൽ എടുത്താലോ, DK കൂടി ഉണ്ടെങ്കിലോ? ഇതേ ചോദ്യമാണ് ഇന്നലെ രോഹിത് പോയിട്ട് DKയോട് ചോദിക്കുന്നത്. ഷബാസ് DK, വേൾഡ് കപ്പ് ഖേൽനെ ഹേ നബി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബ്രില്യൻ DK, യു ഹാവ് ടു പ്ലേ ദി വേൾഡ് കപ്പ്. അതാണ് രോഹിത്തിന്റെ ഒരു സംസാരം. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. എതിർ ടീമിലാണ് കളിക്കുന്നതെങ്കിലും അവർ തമ്മിലുള്ള പരസ്പര ബഹുമാനവും സ്നേഹവും ഒക്കെ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. രോഹിത് പിന്നെ അങ്ങനെയാണ്, എല്ലാവരോടും പോയി വളരെ കുസൃതിയോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുകയും അത്തരത്തിലുള്ള ആക്ഷനുകൾ കാണിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് രോഹിത് ശർമ്മ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മറ്റെല്ലാ താരങ്ങൾക്കും ഇത്രയധികം ഇഷ്ടവും അതുപോലെ വലിയ ആരാധക പിന്തുണയും ഉള്ളത്. അപ്പൊ അദ്ദേഹം DK നിന്നിങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, അപ്പൊ DK, നിങ്ങൾ കിടലായിട്ട് കളിക്കുന്നുണ്ട്, നമ്മൾ വേൾഡ് കപ്പിന് പോവുകയല്ലേ എന്ന്. എന്തായിരിക്കും വേൾഡ് കപ്പ് സ്ക്വാഡിൽ സംഭവിക്കുക? വിക്കറ്റ് കീപ്പർ എന്നുള്ള സ്ലോട്ടിലേക്ക് ആര് വരും എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. ഇഷാൻ കിഷൻ മിന്നിക്കത്തി കളിച്ചിരിക്കുന്നു. അതുപോലെ സഞ്ജു സാംസൺ കിടിലൻ ഫോമിലാണ് തുടരുന്നത്. പിന്നെ പന്ത് തിരികെ വന്ന് 2 അർദ്ധ സെഞ്ചുറിയൊക്കെ നേടിക്കൊണ്ട് തന്റെ ആ ഒരു സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം ആ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ DKയുടെ ഈ ഒരു ഇന്നിങ്സ് കൂടി വരുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോ.